ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ കയ്യിൽ ഏകദേശം 9ഓളം വരുന്ന ടബ്ബുകളാണ് ഇക്കാണുന്നത്. ഇതിൽ കുറച്ചധികം അലങ്കാര മത്സ്യങ്ങളെയും നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏതെല്ലാം മത്സ്യങ്ങളാണ് എന്നുള്ളതാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ചില്ലി മൊസൈക്ക് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെ. അതുപോലെ തന്നെ നമ്മളുടെ രണ്ടാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ശ്രീലങ്കൻ വൈറ്റ് അല്ലെങ്കിൽ സ്നോ വൈറ്റ് എന്ന് പറയുന്ന ഈ ഒരു മത്സ്യത്തെ ആയിരുന്നു. അതേപോലെ തന്നെ നമ്മളുടെ മൂന്നാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ഫുൾ ബ്ലാക്ക് എന്ന് പറയുന്ന ഗപ്പി ഫിഷുകളെ ആയിരുന്നു. അപ്പോൾ ഇനി നമ്മളുടെ നാലാമത്തെ ബേസിനകത്തായി നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത് ചില്ലി റെഡ് എന്ന് പറയുന്ന ഗപ്പി ഫിഷുകളെ ആയിരുന്നു. അപ്പോൾ ഈ കാണുന്ന ഗപ്പി ഫിഷുകളെ കുറിച്ചാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയാനായി പോകുന്നത്. ചില്ലി റെഡ് എന്ന പേര് പോലെ തന്നെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഗപ്പി ഫിഷുകളാണ് ഈ കാണുന്നത്. ഫിഷറി പോലെ റൗണ്ട് ഷേപ്പിൽ വരുന്ന ടെയിലും അതേപോലെ തന്നെ ഇവർക്ക് വന്നിട്ടുള്ള ഇയറും ഫിന്നും ഒക്കെയാണ് ഇവരുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മറ്റു മത്സ്യങ്ങളെ പോലെ ശരീരത്ത് ബോഡി പാറ്റേണോ അതേപോലെ തന്നെ ഫുൾ ബ്ലാക്ക് ഫുൾ റെഡിനെ ഒക്കെ കൂട്ട് ഒറ്റ കളറായിട്ടല്ല ഇവരുടെ ശരീരത്ത് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ഇവരുടെ ടെയില് നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് കളറും ബ്ലാക്ക് കളറും ഒരേപോലെ വന്നിട്ടുള്ളതായിട്ട് കാണാനായി സാധിക്കും. അതേപോലെ തന്നെ ഇവരുടെ ശരീരത്ത് വന്നിട്ടുള്ള ബ്ലൂ ഷെയ്ഡിങ് ഇവരുടെ മറ്റൊരു പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ബ്ലാക്ക് ഐ വിഭാഗത്തിൽപ്പെടുന്ന ഗപ്പികളാണ്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഇമ്മ്യൂണിറ്റി പവറുള്ള ഫിഷുകൾ തന്നെയാണ്. പെട്ടെന്ന് ചത്തുപോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ഇവരെപ്പോഴും നല്ല ആക്റ്റീവായിട്ട് തന്നെയാണ് കാണപ്പെടാറുള്ളത്. അക്വേറിയം ഷോപ്പിൽ നിന്നും ഏകദേശം 2 പെയർ ഗപ്പികളെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുന്നത് ഏകദേശം പെയറിന് 100 രൂപയാണ്. ഇനി നമ്മൾ ഇവരുടെ ഫീമെയിലിനെ പറ്റിയാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഇവരുടെ ഫീമെയിൽ ഗപ്പികൾക്ക് ടെയിലിന്റെ ഭാഗത്തായിട്ട് ഏതാണ്ട് ബ്ലാക്കും ബ്ലൂവും കളറാണ് വന്നിരിക്കുന്നത്. എല്ലാ ഫീമെയിൽ ഗപ്പികളെയും പോലെ തന്നെയാണ് ഇവരും. പ്രത്യേകിച്ച് പറയത്തക്ക കളറോ കാര്യങ്ങളോ ഒന്നും ഇവർക്കില്ലെന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ നമ്മൾ ഇവരെ അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഇവരുടെ സൈസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. ആയതുകൊണ്ട് തന്നെ നമുക്കിവരെ ഇതുവരെയും ബ്രീഡായി കിട്ടിയിട്ടില്ല. അപ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ എപ്പോഴെങ്കിലും നമുക്കിവരെ ബ്രീഡായി കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ ഗപ്പി ഫിഷുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആഹാരങ്ങളെ പറ്റിയാണ് പറയാനായി പോകുന്നത്. അപ്പോൾ ഗപ്പി ഫിഷുകൾ വളരെ ചെറിയ മത്സ്യമായതുകൊണ്ട് തന്നെ അവർ വളരെ കുറച്ച് ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ. അതേപോലെ വളരെ പെട്ടെന്ന് പ്രജനനം നടത്തുന്ന മത്സ്യങ്ങൾ കൂടിയാണ് ഗപ്പി ഫിഷുകൾ. അപ്പോൾ ഇവർ 2 തരത്തിലുള്ള ഫുഡുകളാണ് കഴിക്കുന്നത്. ഒന്ന് പല്ലറ്റ് ഫുഡും രണ്ടാമത്തത് ലൈഫ് ഫീഡുമാണ്. അപ്പോൾ പല്ലറ്റ് ഫുഡുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ന് ഏത് തരത്തിലുള്ള ഫിഷ് ഫുഡുകളും അക്വേറിയം ഷോപ്പുകളിൽ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ നല്ല പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഫുഡുകളും പ്രോട്ടീൻ കണ്ടന്റ് കുറഞ്ഞ ഫുഡുകളും എല്ലാം അക്വേറിയം ഷോപ്പുകളിൽ നിന്നും ലഭ്യമാണ്. ഫുഡിന്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് വിലയിലും വ്യത്യാസങ്ങൾ വരും. അതേപോലെ തന്നെ ലൈഫ് ഫീഡ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഫിഷുകളാണ്. അതുകൊണ്ട് തന്നെ മൊസ്കിറ്റോ ലാർവയൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് കഴിച്ചോളും. എന്നാൽ വലിയ വലിയ ബ്രീഡേഴ്സ് ഇവയ്ക്ക് കൊടുക്കുന്നത് മൊയ്ന പോലുള്ള കൾച്ചറുകളാണ്. അപ്പോൾ മൊയ്ന പോലുള്ള കൾച്ചറുകൾ നമ്മൾക്കിവിടെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ അക്വേറിയം ഷോപ്പുകളിൽ നിന്നും വാങ്ങിക്കുന്ന ഫുഡുകളാണ് നമ്മളിവിടെ പൊതുവെ കൊടുത്തു വരാറുള്ളത്. അതേപോലെ തന്നെ ഇനി പറയാനുള്ളത് ഫിഷുകളുടെ വാട്ടർ ചേഞ്ചിനെ പറ്റിയാണ്. ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ ഒരിക്കലോ വാട്ടർ ചേഞ്ച് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതേപോലെ തന്നെ പ്ലാന്റഡ് ടാങ്കുകളിൽ വളർത്താൻ പറ്റിയൊരു മത്സ്യം കൂടിയാണ് ഗപ്പികൾ. പിന്നെ ഇവയ്ക്ക് കുഞ്ഞുങ്ങളെ തിന്നുന്ന ടെൻഡൻസി ഉള്ളതിനാൽ പ്രസവിക്കാറായിട്ടുള്ള ഫിഷിനെ ഒറ്റയ്ക്കൊരു പാത്രത്തിൽ മാറ്റിയിടുകയോ അല്ലെങ്കിൽ ബ്രീഡിംഗ് കേജ് ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ 2 മുതൽ 3 വർഷം വരെയാണ് ഗപ്പികളുടെ ആയുസ് എന്ന് പറയുന്നത്. ഇതിനുള്ളിൽ പ്രസവത്തിലൂടെ ഒരുപാട് കുട്ടികളെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പിന്നെ ഔട്ട്ഡോറിൽ ടാങ്ക് ക്രമീകരിച്ച് ഗപ്പി ഫിഷുകളെ വളർത്തുന്നവർക്ക് മെയിനായിട്ടും നേരിടേണ്ടി വരുന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് സൺലൈറ്റ് നേരിട്ടടിച്ചിട്ട് വെള്ളത്തിന്റെ കളർ ഗ്രീൻ കളർ ആകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വെള്ളത്തിൽ പോലും വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഇവർ വളരുമെന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത്. പിന്നെ ഔട്ട്ഡോറിലൊക്കെ ഗപ്പികളെ വളർത്തുന്നവർ ടാങ്ക് മൂടി വെക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. കൊക്കും നീലപ്പൊന്മാനും ഒക്കെ ഇവരുടെ ശത്രുക്കളാണ്. തരം കിട്ടിയാൽ ഇവർ മീനുകളെ ഭക്ഷിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നുള്ളത് ക്ലൈമറ്റ് ചേഞ്ച് ആണ്. കാലാവസ്ഥ മാറുമ്പോഴും മീനുകൾ ചത്തുപോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഹൈബ്രിഡ് ഗപ്പികളെ എല്ലാം അതാത് പെയർ തിരിച്ച് വേണം വളർത്താനായിട്ട്. കൊണ്ടുവരുന്ന മീനുകളെ എല്ലാം ഒരുമിച്ചിട്ട് വളർത്തിയാൽ അത് ക്രോസ് ബ്രീഡ് ആകുകയും പിന്നെ അതിന് ജനിക്കുന്ന കുട്ടികളെല്ലാം മിക്സഡ് ഗപ്പികളായി മാറുകയും ചെയ്യും. നമ്മളിവരെ അക്വേറിയം ഷോപ്പിൽ നിന്നും വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് ഏകദേശം 2 മാസത്തോളമായി. ഇതുവരെ ഒരു കുഴപ്പവും ഫിഷുകൾക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഫിഷിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്തായാലും നമ്മൾ നമ്മുടെ ഈ ചില്ലി റെഡ് എന്ന് പറയുന്ന മത്സ്യത്തെ തിരിച്ച് ടബിലേക്ക് നിക്ഷേപിക്കാനാണ് പോകുന്നത്. അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ പുതിയൊരു ഫിഷിന്റെ വിശേഷങ്ങളുമായി വരുന്നതായിരിക്കും. അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.